ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ആദിഷ് ഗാലറിയിലോട്ട് സ്വാഗതം. നമുക്ക് ആഴക്കടലിലെ മത്സ്യകന്യകയെ കാണാൻ പോയാലോ? അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊച്ചിയിലെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് ഈ മറൈൻ എക്സ്പോ നടക്കുന്നത്. പാർക്കിംഗ് സംവിധാനമൊക്കെ ഈ എക്സ്പോയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലും പാർക്കിംഗ് സൗകര്യമുണ്ട്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. 120 രൂപയാണ് പെർ പേഴ്സൺ. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫുൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങളുടെ ടിക്കറ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറുകയാണ്. ഇതാണ് എൻട്രൻസ് എക്സ്പോയുടെ. അകത്തോട്ട് ഒരുപാട് സ്റ്റെപ്സൊക്കെ ഉണ്ട്. ഇവിടെ മറൈൻ എക്സ്പോയുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആഴക്കടലിലെ വിസ്മയ കാഴ്ചകളുമായി മത്സ്യകന്യകമാർ എന്നാണ് അവരുടെ ക്യാപ്ഷൻ. CCTV ക്യാമറയിലാണെന്നൊക്കെ നിരീക്ഷണത്തിലാണെന്നൊക്കെ ബോർഡും ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ വിസ്മയ കാഴ്ചകൾ തുടങ്ങുന്നത്. ഇത് ഗ്ലാസ് സിലിണ്ടർ അക്വേറിയം. ഇപ്പുറത്ത് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം. ഒരുപാട് വിഡോ ഫിഷസ് ഒക്കെ ഉണ്ട് ഇവിടെ. വെറൈറ്റി ടൈപ്പ് ഫിഷസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എല്ലാം നല്ല അടിപൊളിയാണ്. വൈറ്റ് ലൈറ്റിൽ മനോഹരമായി തന്നെ നമുക്കെല്ലാം ക്ലിയറായി കാണാൻ സാധിക്കും. കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്. ഓണം വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. കാണാനും ഒരുപാട് കാഴ്ചകളുണ്ട് എക്സ്പോയിൽ. നമ്മൾ ഇതുവരെ കാണാത്ത പല ടൈപ്പ് ഫിഷസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഗ്ലാസ് സിലിണ്ടർ അക്വേറിയമാണ്. കുഞ്ഞു മീനുകളൊക്കെ എന്ത് ഭംഗിയാണ്. നല്ല ഭംഗിയിലാണ് അവർ ഗ്ലാസ് സിലിണ്ടറിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം. കടലിനടിയിലൂടെ പോണ ഫീലാണ് കേട്ടോ ഇവിടെ. അലിഗേറ്റർ, ക്യാറ്റ് ഫിഷസ്, അരപ്പീന, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫിഷസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഈ ടണൽ അക്വേറിയത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഓണം സീസണിലും ഇതുപോലെ ഒരു എക്സ്പോ ഇവിടെ വരാറുണ്ട്. അക്വഷ ഇതിനു മുമ്പും ഇവിടെ നടന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മത്സ്യകന്യകമാരാണ് കേട്ടോ. അതെവിടെയാണ് സെറ്റ് ചെയ്തതെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അടിപൊളി വിഷ്വൽസ് ആണ് കേട്ടോ ഇതൊക്കെ നേരിട്ട് വന്ന് തന്നെ കാണേണ്ട ഒന്നാണ്. എന്നാൽ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് നല്ലൊരു ഫീലാണ്. കടലിനടിയിലൂടെ നടക്കുന്നത് പോലെ തന്നെയുണ്ട്. തലയ്ക്ക് മുകളിലൂടെയൊക്കെ മീൻ ഓടി നടക്കുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നോക്കിക്കേ എന്തൊക്കെ ടൈപ്പ് വെറൈറ്റി ഫിഷസ് ആണ് ഇവിടെ. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇവിടെ. പിന്നെയും ഗ്ലാസ് സിലിണ്ടർ അക്വേറിയത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത്രയും വെറൈറ്റി ഫിഷസിനെ വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായില്ലേ, അതുകൊണ്ടാണ് അധികം തിരക്കൊന്നും നമുക്ക് അനുഭവപ്പെടാത്തത്. സൺഡേ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ. പിന്നെ ഇതിപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു സെപ്റ്റംബർ 29 വരെയാണ് ഈ ആഘോഷം അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ചിലപ്പോൾ അവരത് നീട്ടുമായിരിക്കും, അറിയില്ല എങ്ങനെയാണ്. ഇപ്പോൾ വരെ സെപ്റ്റംബർ 29 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തുടങ്ങിയടക്കം നല്ല തിരക്കായിരുന്നു. അടുക്കാൻ പോലും പറ്റാതെ അത്രയും തിരക്കായിരുന്നു. ഇപ്പോൾ പക്ഷേ അധികം തിരക്കൊന്നുമില്ല. പിന്നെ ഇതൊരു ഇട ദിവസം കൂടിയല്ലേ, ഞായറാഴ്ച തിരക്കുണ്ടാകും. ഇത് കേർവ്ഡ് ഗ്ലാസ് സിലിണ്ടറാണ്. അതിലും ഫിഷസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഷോ. ഈ ഓണം അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഷോ തന്നെയാണ് അവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മത്സ്യകന്യകമാരെ അവസാനം നമ്മൾ കണ്ടു. മെർമെയ്ഡ് ഷോ. ഇന്തോനേഷ്യൻ സുന്ദരികളാണ് ഇവിടെ മത്സ്യകന്യകയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളത്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കൊക്കെയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ മെർമെയ്ഡ് ഷോ. വരുന്നവർക്കൊക്കെ അവർ ഹായും ഫ്ലൈയിങ് കിസ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഫോട്ടോക്കും നല്ല ഭംഗിയിൽ അവർ പോസും ചെയ്യുന്നുണ്ട്.
3 പെണ്ണുങ്ങളുടെ ഫോട്ടോ ഫ്ലെക്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ 2 സുന്ദരികൾ മാത്രമേ ഉള്ളൂ. 2 പേരും നല്ല അടിപൊളിയായി തന്നെയാണ് കാഴ്ചക്കാർക്ക് മുമ്പിൽ പ്രകടനങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ മത്സ്യകന്യകയെ കാണുന്നതൊക്കെ. അക്വാഷോ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മത്സ്യകന്യക സൂപ്പറാണ്. നോക്കി എന്ത് ഭംഗിയിലാണ് അവർ പോസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട് 2 സുന്ദരിമാരും. ബായൊക്കെ തരുന്നുണ്ട് ഫോട്ടോ ഒക്കെ പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ. ഇനി അങ്ങോട്ട് ഷോപ്സാണ്, നിറയെ ഷോപ്സാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഫാൻസി ഷോപ്പ്, ടോയ് ഷോപ്പ്, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ചെടികളും ഫാൻസി കമ്മലുകളും ടോയ്സും ഒരുപാട് ഷോപ്സ് ഉണ്ട്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഷോ. പിന്നെ ഈ ഷോപ്സും ഡ്രസ്സ്, പിന്നെന്താ കടകൾ, നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഡിസ്കൗണ്ടിലാണ് ഇവർ കൊടുക്കുന്നത് തന്നെ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വിലപേശി എടുക്കാമായിരിക്കും, അറിയില്ല എങ്ങനെയാണ്. നമ്മളൊന്നും ഇപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചില്ല. അപ്പോൾ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ കുട്ടികൾക്കായിട്ടൊരു പാർക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പാർക്കാണ്. എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. വലിയവർക്കും കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.